An incomplete ANOVA table is given below. Complete the table and draw your conclusions at alpha is equal to 0.01. അപ്പോൾ ഇവിടെ ANOVA ടേബിളിൽ പിന്നെ സോഴ്സസ് ഓഫ് വേരിയേഷൻ, ട്രീറ്റ്മെൻറ്റ്, ഇറർ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 8 എന്നും ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 11 എന്നും തന്നിട്ടുണ്ട്. പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് 63 എന്ന് തന്നിട്ടുണ്ട്. എഫിൻ്റെ ടേബിൾ കാൽക്കുലേറ്റഡ് വാല്യൂവും തന്നിട്ടുണ്ട് 2.4 എന്ന്. അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് കണ്ടുപിടിക്കണം, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സും കണ്ടുപിടിക്കണം, ഇറേഴ്സും കണ്ടുപിടിക്കണം. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടേബിൾ ഒന്ന് ശരിയായിട്ട് എഴുതാം. ഇവിടെ തന്നിരിക്കുന്നത് n-k is equal to 8 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് n-1 is equal to 11 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് is given as 63. പിന്നെ എഫ് വാല്യൂ is given as 2.4. ഇത്ര കാര്യങ്ങളെ നമുക്ക് ഈ ടേബിളിൽ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 11 എന്ന് തന്നിട്ടുണ്ട്. ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 8 എന്ന് തന്നിട്ടുണ്ട്. Therefore, ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് 11 minus 8 which is equal to 3. അപ്പോൾ k-1 is equal to 3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയാം, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റും അറിയാമെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. MST is equal to SST divided by k-1 which is equal to 63 divided by 3. 63 divided by 3 which is equal to 21. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിച്ചു. MST is equal to 21. ഇനി നമുക്ക് അറിയുന്നത് എഫിൻ്റെ വാല്യൂ ആണ്. വാട്ട് ഈസ് എഫ്? MST ഡിവൈഡഡ് ബൈ MSE is equal to 2.4. അപ്പം നമുക്ക് എഴുതാം MST ഡിവൈഡഡ് ബൈ MSE is equal to 2.4 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ MST കണ്ടുപിടിച്ച് കഴിഞ്ഞു. MST is equal to 21. 21 divided by MSE is equal to 2.4 or MSE is equal to ഇത് ഇങ്ങോട്ട് പോവുക ആൻഡ് 2.4 ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ഇസ് റിട്ടൺ ആസ് 21 ഡിവൈഡഡ് ബൈ 2.4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് MSE is equal to 8.75. അപ്പോൾ MSCയുടെ കാൽക്കുലേഷനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ MSE എന്ന് വന്ന സ്ഥാനത്ത് എന്തെഴുതാം? 8.75 അല്ലേ. അപ്പോൾ MSE കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡവും അറിയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് SSE കണ്ടുപിടിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ what is MSE in terms of SSE? Mean sum of squares due to errors is equal to SSE divided by n-k ആണ് അല്ലേ. അല്ലെങ്കിൽ ഇതിന് നമുക്ക് SSE കണ്ടുപിടിക്കാം. SSE is equal to MSE into n-k. MSE നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 8.75 ആണ്. ഇൻറ്റു n-k ടേബിളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 8 ആണ്. അപ്പോൾ 8.75 into 8 and the answer is 70. അപ്പോൾ നമുക്കിവിടെ ടേബിളിൽ ഇവിടെ ദിസ് ഇസ് SSE is equal to 70 എന്ന് എഴുതാം. അപ്പോൾ SSTയും SSEയും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് 133. അപ്പോൾ നമുക്ക് ടേബിളിൽ എല്ലാ കാര്യങ്ങളും ഫില്ലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ആൽഫ 0.01 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എഫ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് 1% ടേബിളിൽ k-1, n-1 അതായത് 3,8 നമ്മൾ ടേബിൾ നോക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള ടേബിൾ വാല്യൂ കിട്ടാൻ പോകുന്നത്. ടേബിൾ വാല്യൂ നമുക്ക് വരുന്നത് 3,8. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അതിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ 7.59 ആണ്. ടേബിൾ വാല്യൂ ഈസ് 7.59. അപ്പോൾ നമുക്ക് ANOVA ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കൺക്ലൂഷനിലേക്കാണ്. അപ്പോൾ എഫ് വാല്യൂ ഈസ് ലെസ് ദാൻ എഫ് ആൽഫ അല്ലേ.
അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ റീജിയനിലല്ല വരുന്നത്. ക്രിട്ടിക്കൽ റീജിയനിൽ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ ആയിരുന്നു. അപ്പോൾ ഹിയർ എഫ് ഈസ് ലെസ് ദാൻ എഫ് ആൽഫ. അപ്പോൾ നമ്മളെ കൺക്ലൂഷൻ ഈസ് ആക്സെപ്റ്റ് എച്ച് നോട്ട്. നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് ഈ ടേബിളിൻ്റെ ബേസിസിൽ നമ്മൾ എത്തുന്നത്.